നമസ്കാരം. ഞാൻ ജയശ്രീ നീലമനയില്ലം വാകത്താനം PO കോട്ടയം. ഗൈസ്, ഇപ്രാവശ്യം ഞാൻ വന്നേക്കുന്നത് ചൊറിച്ചിലും കൊണ്ടാണ്. അയ്യോ പേടിച്ചോടല്ലേ, എൻ്റെ കണ്ടന്റിന്റെ പേരാ ചൊറിച്ചില്. എത്ര വലിയ ഒബാമയാണേലും സ്കാബീസ് വന്നാൽ സമാധാനം സ്വാഹ. അപ്പൊ നിങ്ങൾ ഓർക്കും എന്താ ഈ സ്കാബീസ് എന്ന്? നമ്മുടെ പുഴുക്കടി അത്ര തന്നെ. ഈ ചൊറിച്ചിലുണ്ടാക്കുന്ന ഒരു 3-4 ഐറ്റം പറയാൻ പറഞ്ഞാൽ എൻ്റെ കെട്ടിയോൻ പറയും ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ നിന്റെ നാക്ക്. എന്നാന്നാ പുള്ളി അങ്ങനെ പറഞ്ഞത്? ഇന്നലെ പുള്ളി എന്നോടൊരു 5-6 ജോലി തുരാന്ന് ഞാനോട്ട് ചെയ്തുമില്ല. പിക്കപ്പ് ലൈൻ ഇട്ട് ചൊറിയാനും ചെന്നു. ഇങ്ങനായിരുന്നു, നിന്റെ ഹൃദയം കല്ല, കൂടെ ജീവിതം മല്ല, നീ എനിക്കൊരു പുല്ല. പുള്ളി ഒറ്റ മറുപടി, നിനക്ക് തരേണ്ടത് തല്ല. പിന്നെ ഒരു ചൊല്ലുണ്ട്, ഈ കൈവെള്ള ചൊറിഞ്ഞാൽ കൈ നിറയെ പണമെന്ന്. നീ പ്രോഗ്രാം കഴിയുമ്പോൾ അറിയാം നിങ്ങൾ എനിക്ക് പണമാണോ പണിയാണോ തരുന്നേന്ന്. പിന്നെ എന്നാന്നറിയത്തില്ലെന്നേ, ഇവിടെ വന്ന് ഈ കേശവമാമനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ക്രഷ് അല്ല ചൊറിച്ചില്. ആ കഞ്ഞി പാറ്റ ഇട്ടാലോ എന്ന് ഞാനൊരു പാരടിപ്പാട്ട് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. രമേഷ് ബ്രോ പാടട്ടെ? ബ്രോ. പിന്നെ പെർമിഷൻ ചോദിച്ചിട്ടല്ലേ ആൾക്കാരെ അങ്ങ് ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്നേ, അതുകൊണ്ട് ഞാൻ അങ്ങ് പാടുവാ. ഒട്ടുപ്ലാവിന്റെ കൊമ്പത്തിരിക്കുന്ന കരിങ്കൂരങ്ങിയ മങ്കിപ്പെണ്ണ്, കിട്ടിട്ടും പെട്ടിട്ടും മാന്തി പറിച്ചിട്ടും ഒട്ടുമേ പാഠം പഠിച്ചതില്ല. ഇളിച്ചു കാട്ടിയ ചിമ്പാൻസി ചേട്ടന്റെ ഗ്ലാമർ തീർത്ത വലയിൽ വീണ് മ്യാമ കേശു മ്യാമ മ്യാമ ഞാൻ പാര. അതൊക്കെ പോട്ടെ. എല്ലാ പ്രാവശ്യത്തെ പോലെ ഇപ്രാവശ്യവും ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാൻ നെൽസൺ തോമസ് സിൻസ് 1988 ഫോൺ ചെയ്തു. എന്നിട്ട് ഞാൻ നെൽസണോട് പറഞ്ഞു, നെൽസ ഇപ്രാവശ്യത്തെ എൻ്റെ കണ്ടന്റ് ചൊറിച്ചില്ല. നെൽസണ് വെള്ള ചൊറിച്ചിലും കൊണ്ട് ഒന്ന് പറയണേ. അപ്പം നെൽസൺ പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ചൊറിച്ചിലൊന്നും ഇല്ല, പക്ഷേ 1-2 എപ്പിസോഡുകളിലായിട്ട് ചേച്ചി എൻ്റെ പേര് എടുത്തെടുത്ത് പറഞ്ഞപ്പം എൻ്റെ ഭാര്യയ്ക്ക് ഇച്ചിരി ചൊറിച്ചിലുണ്ടോന്നൊരു ഡൗട്ട് ഫസ്റ്റ്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ നെൽസന്റെ ഭാര്യ കോട്ടയത്ത് വെച്ച് കണ്ടു. ഇനി ഇവക്ക് വല്ല ചൊറിച്ചിലുണ്ടെങ്കിൽ സോപ്പ് ഇട്ടങ്ങ് കളഞ്ഞേക്കാമെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞു, ഇടോ എന്നാ നല്ല അമ്മായിയമ്മയത് എനിക്ക് ദൈവം തന്നേക്കുന്നേ, കണ്ടന്റ് ആക്കിയാലൊന്നും ദേഷ്യവും പിണക്കവും ചൊറിച്ചിലും ഒന്നും ഇല്ലല്ലേ. അപ്പൊ അവള് പറഞ്ഞു, അത് ശരിയാ ചേച്ചി, പക്ഷേ ഒരു 3 അമ്മായിമ്മമാരുടെ എഫക്റ്റിൽ ചൊറിഞ്ഞോണ്ട് വരുന്ന ട്രിപ്പിൾ ആക്ഷൻ 500 നെൽസനെ ദൈവം എനിക്കിട്ട് താങ്ങിയേക്കുന്ന പോരെ ചേച്ചി. ഇനി നമുക്ക് ഈ ചൊറിച്ചിലിനെ കീറി മുറിച്ച പരിപ്പങ്ങ് എടുത്തേക്കാം. ചൊറിച്ചിലിന് പ്രായമനുസരിച്ച് 2 ചില പേരുണ്ടേ. പ്രായമായവർ ഇതിനെ കടി എന്നും ന്യൂജൻ പിള്ളേർ ഇതിനെ കുരുപൊട്ടൽ എന്നും പറയുന്നു. ഈ ചൊറിച്ചിലിന് 2 മക്കളും ഉണ്ട്. നമ്മുടെ ശരീരത്തിന്റെ പുറത്ത് തൊലിപ്പുറത്ത് കാണുന്ന ചൊറിച്ചിലിനെ നമുക്ക് അലർജി മോൻ എന്നും, ശരീരത്തിന്റെ അകത്ത് മനസ്സിൽ കാണുന്ന ചൊറിച്ചിലിനെ നമുക്ക് കണ്ണുകടി മോൾ എന്നും വിളിക്കാം. ഇതൊക്കെ അനസൂയ അല്ല അസൂയ എന്നും പേരുണ്ട്. ചൊറിച്ചിലിന് 2 കാരണം ഉണ്ടെന്നേ. നമ്മുടെ ശരീരത്തിന് പുറത്തുള്ള ചൊറിച്ചിലാന്ന് ഓർത്തോ എങ്കിൽ മനുഷ്യ ശരീരത്തിലുള്ള സ്റ്റഫിലോകോക്കസ് ഓറിയസ് എന്ന ബാക്ടീരിയ എന്ന് പറഞ്ഞുകൊണ്ട് ചെന്ന സത്യം പറയട്ടെ, എൻ്റെ അമ്മായി അമ്മയാണ് കോഴി വെട്ടി എറിയും. എന്നിട്ട് പറയും, നീയൊക്കെ വൃത്തിയായിട്ട് കുളിക്കാഞ്ഞിട്ടാണ് ഈ ചൊറിച്ചിൽ മാന്തി പറിക്കലെന്ന്. ഇനി നമ്മുടെ ശരീരത്തിനകത്ത് മനസ്സിനകത്തുണ്ടാവുന്ന ചൊറിച്ചിലാണെങ്കിലോ അത് നമ്മുടെ കുറ്റമല്ലെന്നേ. ഈ അയലോക്കങ്ങൾക്ക് ഒരു പണിയില്ല, ഇതുങ്ങളങ്ങ് നന്നാവുക. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ എന്നാ ചെയ്യും? ഉടനെ അയലോക്കത്തെ വീട്ടിലോട്ട് എത്തി നോക്കും. അവിടെ കറണ്ട് ഇല്ലേ, നമുക്ക് ഒരു പ്രശ്നവും ഇല്ല. എത്ര നേരം വേണേലും ഓലിലെ കണ്ണ പാടി തപ്പിത്തടഞ്ഞ് അതുവഴിയൊക്കെ നമ്മൾ നടക്കും. ഇനി അവിടെ കറണ്ട് ഉണ്ടെങ്കിലോ അപ്പോഴാ കളി. ഉടൻ തന്നെ റിപ്പയർ ചെയ്യിക്കാനാണെങ്കിലും ആ വ്യാജേന ഇലക്ട്രിസിറ്റി ഓഫീസിൽ വിളിച്ച് പറഞ്ഞ മൊത്തം ലൈനും അങ്ങ് ഓഫ് ചെയ്യുമ്പം ഒരു പ്രത്യേക സുഖം അല്ലേ. പിന്നെ നമുക്ക് പലതരത്തിലുള്ള ചൊറിച്ചിൽ നോക്കാം. അതിൻ്റെ അകത്ത് പേങ്കടിയാണെങ്കിൽ ഫിലിം സ്റ്റാർ ആന്നേ. ഓർക്കുന്നുണ്ടോ നമ്മുടെ ചാന്തുപൊട്ട് സിനിമയ്ക്കകത്ത് നമ്മുടെ രാധാകൃഷ്ണൻ അമ്മച്ചിയുടെ തലയെ നോക്കിയിട്ട് പറയത്തില്ലേ, ദേ കിടക്കിട്ട് മത്തങ്ങ പോലത്തൊരു സാധനം, പേരിന്റെ ചാകരിയ ചാകര. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം ഓർക്കുന്നേ. ഞാനാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ടൈഡി ഗേൾ ഒക്കെ ആയിരുന്നേ. അധികം പേരൊന്നും പിടിപ്പിച്ചിരുന്നില്ല, ഒരു 500 പേൻ കാണും, അത്രയേ ഉള്ളൂ. എൻ്റെ അച്ഛനാണെങ്കിൽ ഒരു പട്ടാളക്കാരനും അവധിക്ക് വരുമ്പോഴേ പിടിച്ചിരുത്തി അങ്ങ് തല ചെയ്യും. കുറേ പേനെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കും അച്ഛന് കലി ഇളകും. ഒരുമാതിരി ഇന്ത്യൻ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറുന്ന പാക് ചാരന്മാരാന്ന് അച്ഛൻ്റെ വിചാരം. ഈ പേനെയെല്ലാം കൂടെ കാണുമ്പം ആഞ്ഞങ്ങ് ചീ കൊടുക്കും. ചിലപ്പോ ചോര ചീന്തും. പാക് ചാരന്മാരുടെ അല്ല, എൻ്റെ ചെവിയുടെ പുറമീന്ന് അമ്മാതിരി ആഞ്ഞ ചീകല്. പിന്നെ നമുക്ക് ഈ ചൊറിച്ചിൽ എങ്ങനെ ഗ്ലാമറസ് ആക്കാമെന്ന് നോക്കാം. വിശ്വാസം വരുന്നുണ്ടോ? നമുക്ക് ഗ്ലാമറസ് ആക്കാം.
അതായത് ഇപ്പം എൻ്റെയൊക്കെ വല്യമ്മച്ചിയാന്ന് ഓർത്തോ 80 വയസ്സുകാർ വല്യമ്മച്ചി ഇപ്പം ഏത് റെയിൽവേ സ്റ്റേഷനോ അല്ലെങ്കിൽ പോട്ടെ ബസ് സ്റ്റാൻഡോ അല്ലെങ്കിൽ ചോർച്ചിൽ വന്നു ഓർത്തോ പേൻ കിടക്കുവാണ് ആദ്യം കുറച്ച് ആ പേന അങ്ങോട്ട് എടുത്ത് ടക്ക് ടക്ക് ടക്കെന്നങ്ങ് കൊല്ലും. അതേസമയം അവിടെ ഇരിക്കുന്ന 18കാർ ഇതുപോലുള്ള കോളേജുകാരനെ കണ്ടുപിടിക്കണം. അവരാണ് എന്നാ ചെയ്യും, പതുക്കെ മുഖത്തോട്ട് വെട്ടിയിട്ടിരിക്കുന്ന കേളിങ്സ് ഒതുക്കുന്ന പോലെ കാണിച്ച് കാണിച്ച് പതിയെ ആ പേനെ പിടിച്ച് ഞെരടി താഴേക്ക്. ഇനി പറയാം, മടിയുള്ള ഒരു കടി പറയട്ടെ, എന്നെ പൊങ്കാല ഇടത്തില്ലെങ്കിൽ പറയാവേ. നമ്മുടെ വയറ്റിൽ വൻകുടലിൽ നിന്നും ചെറുകുടലിലേക്ക് കടന്ന് ഏറ്റവും അറ്റത്തായിട്ട് ചില സൂക്ഷ്മ ജീവികൾ ഞൊളയ്ക്കുമ്പോഴുണ്ടാവുന്ന അസഹ്യമായ ഒരു പ്രതിഭാസമാണ് ആ ചൊറിച്ചിൽ. ഞാനിത് ചെന്ന് മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് പറഞ്ഞു. അപ്പം മെഡിക്കൽ ഷോപ്പുകാരൻ ഒരു കുപ്പി വിരമരുന്ന് തന്നിട്ട് പറഞ്ഞു, ജയശ്രീ വേഗം പോയി കുടിച്ചോ, അല്ലെങ്കിൽ ആ സൂക്ഷ്മ ജീവികൾ അവിടെ കിടന്ന് പെറ്റ് പെരുകും, പിന്നെ ജയശ്രീയുടെ ഞൊളച്ചിലായിരിക്കത്തില്ല, ബ്രേക്ക് ഡാൻസ് ഞങ്ങൾക്ക് കാണേണ്ടി വരുമെന്ന്. ഇനി എൻ്റെ വല്യമ്മച്ചിയാണ് പറയുന്നത് എന്നാന്ന് പറയട്ടെ, എൻ്റെ ഈ കടിയുടെ കാരണേ ജയശ്രീ ഉള്ള പഞ്ചാരയെല്ലാം കൂടെ വാരി വലിച്ചു തന്നേ മലം വരെ പിത്തം പിടിപ്പിച്ചോണ്ടാന്ന്. എത്ര പ്രാവശ്യം വാണിങ്ങി തന്നു കേക്കണ്ടേ, മലമ പിത്താ പിത്താതെ മലമ പിത്താതെ മലമ പിത്താ പിത്താതെ മലമ പിത്താതെ. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ചൊറിച്ചിലുകളുണ്ട്. നമ്മുടെ ശനി മാറ്റി ശുക്രദശ തെളിയിക്കാൻ പാകത്തിന് പവർഫുള്ളാ. അമ്മാതിരി പവർഫുള്ളാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ചൊറിച്ചില്. എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട, എൻ്റെ മധ്യവയസ്കരുടെ മുട്ടുവേദനയുടെ പുളച്ചിലില്ലായിരുന്നു, പുളച്ചിൽ. അതിന് കുറേ കമൻറ്റ് കിട്ടി. പക്ഷേ വെറുതെ ചൊറിയും കുത്തി ഈച്ചയാട്ടി ഇരുന്ന എന്നെ ചൊറിഞ്ഞ് 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 കമൻറ്റ് ഇട്ട് അവരാരാക്കി, വൈറലാക്കി. അതാണ് പറയുന്നത്, ചിലോരുടേത് ശരിയാകും, ചിലോരുടേത് ശരിയാവില്ല. എൻ്റെ ഏതായാലും ശരിയായി, ഞാൻ വൈറലായി. ഇത്രയും പറഞ്ഞിട്ടും നിങ്ങളുടെ മുഖത്തന്നെ ചൊറിച്ചിനോടൊരു പുഞ്ഞ. അതിൻ്റെ ആവശ്യമില്ല. എന്തോരം പ്രമാദമായ കേസിനാണെന്നറിയോ ചൊറിച്ചിൽ വഴിത്തിരിവായിരിക്കുന്നത്, ആ കേസിന് തീരുമാനമാക്കിയേക്കുന്നത്. ഓർക്കുന്നുണ്ടോ നമ്മുടെ സേതുരാമയ്യർ CBI സിനിമയില്ലേ, അതായത് ഓർത്തേ, ടൺ 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 ടടൻ ടാങ് ടൺ 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 ടടൻ ടാങ്. ഈ ഒരു ബുദ്ധിയും ട്യൂണും മാത്രമല്ല, അതുക്കും മേളെ നമ്മുടെ ചൊറിച്ചിലും കൂടെ വന്നപ്പോൾ ആ കേസിന് തുമ്പുണ്ടായത്. ടൺ 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 ടടൻ ടാങ് ടൺ 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 ടടൻ ടാങ്. ഇപ്പം നിങ്ങൾ ഓർക്കും ഈ പെണ്ണുപിള്ള ഒരു ആറ്റ സാധനമാണല്ലോ എന്ന്. ശരിയാ, ഞാനും എൻ്റെ കെട്ടിയോനും ഒരു ആറ്റ സാധനങ്ങളൊക്കെ തന്നെയാ. പക്ഷേ പുള്ളി എൻ്റെ മുമ്പിൽ മുട്ടുമടക്കി ഒരൊറ്റ കാര്യത്തിനാ. ഏത് കാര്യമാ? പുറത്തെ കൊതുകിനെ തല്ലിക്കൊന്ന് ചൊറിഞ്ഞു കൊടുക്കാനായിട്ട്. പക്ഷേ ഈയിടെയായിട്ട് പുള്ളി എന്നെ ചൊറിയാൻ വിളിക്കുന്നില്ലെന്നേ. എനിക്കൊരു പകരക്കാരി ഉണ്ടോ എന്നൊരു സംശയമുണ്ട്. ഞാൻ പാത്തിരുന്ന കയ്യോടെ പിടികൂടി കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കട്ടെ? ഒരു മിനിറ്റേ, ഇപ്പൊ വിളിച്ചോണ്ട് വരാം. ടൺ 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 ടടൻ ടാങ് ടൺ 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 ടടൻ ടാങ്. നന്ദി. Once upon a time, once upon